മനസ്സ് ശൂന്യമാക്കുക ജീവിതത്തിനുള്ള ഒരു ശക്തമായ പ്രചോദന കഥ. ഒരു പുഴയുടെ തീരത്ത് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ മാർക്കോ എന്ന 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. മാർക്കോയ്ക്ക് മനസ്സിന് ഒട്ടും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സ് എപ്പോഴും ചിന്തകളാൽ നിറഞ്ഞിരുന്നു. ഈ ചിന്തകൾ കാരണം അവൻ്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. അവന് ശാന്തമായിരിക്കാനോ നന്നായി ഉറങ്ങാനോ കഴിഞ്ഞിരുന്നില്ല. ചിരിക്കാൻ പോലും അവൻ മറന്നുപോയിരുന്നു. ഒരു ദിവസം മാർക്കോ ഒരു കുന്നിൻ മുകളിലെ വിദൂര ഗ്രാമത്തെക്കുറിച്ച് കേട്ടു. ഒരു ജ്ഞാനിയായ വൃദ്ധൻ അവിടെ താമസിക്കുന്നുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. ആ വൃദ്ധൻ നഗരത്തിലെ ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നിരവധി ആളുകളെ സഹായിക്കുകയും അവരുടെ മനസ്സിൽ സമാധാനം കണ്ടെത്താൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അയാൾക്ക് പ്രായമായി. നഗരത്തിലെ തിരക്കുള്ള ജീവിതം ഉപേക്ഷിച്ച് പ്രകൃതിയോട് ചേർന്ന് ശാന്തമായ ഒരു ഗ്രാമത്തിൽ ജീവിക്കാൻ തുടങ്ങി. ചിലപ്പോൾ അദ്ദേഹം സന്ദർശകർക്ക് ഉപദേശം നൽകുമായിരുന്നു. ഇതറിഞ്ഞപ്പോൾ മാർക്കോയ്ക്ക് ആകാംക്ഷയും പ്രതീക്ഷയും ഉണ്ടായി. വൃദ്ധനെ പോയി കാണാൻ അവൻ തീരുമാനിച്ചു. ഒരു പക്ഷേ ഈ ജ്ഞാനിക്ക് എന്നെ സമാധാനം കണ്ടെത്താൻ സഹായിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് അവൻ ചിന്തിച്ചു. ദൂരെയുള്ളതും ക്ഷീണിപ്പിക്കുന്നതുമായ യാത്രയ്ക്ക് ശേഷം മാർക്കോ കുന്നിൻ മുകളിലെ ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറിയ വീട് കണ്ടു. വീടിൻ്റെ വരാന്തയിൽ ആ വൃദ്ധൻ കണ്ണടച്ച് ശാന്തമായി ഇരിക്കുകയായിരുന്നു. വളരെ സമാധാനത്തോടെയാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. മാർക്കോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെന്ന് മൃദുവായി പറഞ്ഞു, "മുത്തശ്ശ, എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. എനിക്ക് ചിന്തകൾ നിർത്താൻ കഴിയുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ സമാധാനം വേണം. എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ?" വൃദ്ധൻ സാവധാനം കണ്ണു തുറന്നു ശാന്തമായ ഒരു പുഞ്ചിരി നൽകി. "അപ്പോൾ നീ സമാധാനം തേടുകയാണല്ലേ? എങ്കിൽ എൻ്റെ കൂടെ വരൂ. ഞാൻ നിനക്കൊരു ചെറിയ ജോലി തരാം" എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മാർക്കോയെ തൻ്റെ ചെറിയ മുറ്റത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം നിറച്ചു. ഗ്ലാസ് നിറഞ്ഞു കവിഞ്ഞ നിലയിലായിരുന്നു. അല്പം ഒന്ന് കുലുക്കിയാൽ പോലും വെള്ളം തുളുമ്പിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹം ഗ്ലാസ് മാർക്കോയ്ക്ക് നൽകിയിട്ട് പറഞ്ഞു, "ഇവിടെ നിന്ന് ഗ്രാമത്തിൻ്റെ അറ്റം വരെ നടന്നിട്ട് തിരിച്ചു വരൂ. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും തുളുമ്പിപ്പോകാൻ പാടില്ല." മാർക്കോ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. പക്ഷേ തൻ്റെ പരമാവധി ശ്രമിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ ആ വെല്ലുവിളി ഏറ്റെടുത്തു. വളരെ ശ്രദ്ധയോടെ ഗ്ലാസ് പിടിച്ച് നടക്കാൻ തുടങ്ങി. വഴി ഇടുങ്ങിയതും ഉള്ളതുമായിരുന്നു. ചിലർ നടക്കുന്നുണ്ടായിരുന്നു, ചിലർ ഓടുന്നുണ്ടായിരുന്നു. കടക്കാർ ഉപഭോക്താക്കളെ വിളിക്കുന്നുണ്ടായിരുന്നു. പട്ടികൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാർക്കോ ചുറ്റും നോക്കിയില്ല. അവൻ്റെ കണ്ണുകൾ ഗ്ലാസിൽ മാത്രം ഉറപ്പിച്ചു. അവൻ സാവധാനത്തിലും ശ്രദ്ധയോടെയും ഓരോ ചുവട് വെച്ചു. ആളുകൾ അവനെ അത്ഭുതത്തോടെ നോക്കി. പക്ഷേ ആരും അവനെ ശല്യപ്പെടുത്തിയില്ല. പ്രധാനപ്പെട്ട എന്തോ ഒന്ന് പഠിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഒടുവിൽ മാർക്കോ വൃദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. "മുത്തച്ഛ, ഞാനത് ചെയ്തു. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും തുളുമ്പിപ്പോകാതെ ശ്രദ്ധിച്ചു" എന്ന് അവൻ പറഞ്ഞു. വൃദ്ധൻ തലയാട്ടി പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, "അത് കൊള്ളാം. പക്ഷേ എന്നോട് പറയൂ, വഴിയരികിൽ കളിക്കുന്ന കുട്ടികളെ നീ കണ്ടോ? പട്ടികൾ കുരയ്ക്കുന്നത് നീ കേട്ടോ?" മാർക്കോ അത്ഭുതത്തോടെ നോക്കി പറഞ്ഞു, "ഇല്ല, ഞാനൊന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല. ഞാൻ ഗ്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു." വൃദ്ധൻ വീണ്ടും പുഞ്ചിരിച്ച് പതിയെ പറഞ്ഞു, "അതാണ് രഹസ്യം. നിനക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നതും എന്നാൽ നിനക്കറിയാത്തതുമായ ഒരു രഹസ്യം. നിന്റെ മനസ്സ് ഇപ്പോഴത്തെ നിമിഷത്തിലായിരിക്കുമ്പോൾ അവിടെ ഭയത്തിനോ ആശയക്കുഴപ്പത്തിനോ അനാവശ്യ ചിന്തകൾക്കോ ഇടമില്ല. ആ സമയം നീ ഗ്ലാസ്സിലെ വെള്ളത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. അപ്പോൾ നിന്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായി. നീ ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിച്ചില്ല, ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടില്ല." പതിയെ മാർക്കോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. ഇതാണ് അവൻ തേടിയിരുന്ന സമാധാനം. സമാധാനം പുറത്തുനിന്ന് ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി മുഴുകി ജീവിക്കുമ്പോഴാണ് അത് അനുഭവിക്കാൻ കഴിയുന്നത്. മാർക്കോ തലകുനിച്ച് പതിയെ പറഞ്ഞു, "മുത്തച്ഛ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനെ ഈ നിമിഷത്തിൽ തന്നെ നിർത്തണം. അപ്പോഴാണ് യഥാർത്ഥ സമാധാനം വരുന്നത്."
ബുദ്ധൻ വീണ്ടും പുഞ്ചിരിച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. അതിൻ്റെ അവസാന വെളിച്ചം നിലത്തു പതിഞ്ഞു. പക്ഷികൾ കൂട്ടിലേക്ക് പറന്നു തുടങ്ങി. മാർക്കോ വീട്ടിലേക്ക് മടങ്ങി നടന്നു. പക്ഷേ ഇപ്പോൾ അവൻ മുമ്പുണ്ടായിരുന്ന അസ്വസ്ഥനായ ചെറുപ്പക്കാരനായിരുന്നില്ല. അവൻ മാറിയിരുന്നു. അവൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടായിരുന്നു. കാരണം മനസ്സിനെ എങ്ങനെ ശാന്തമാക്കണമെന്ന് ഇപ്പോൾ അവൻ അറിയാമായിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളോടൊപ്പം നിന്നതിന് നന്ദി. സുഖമായിരിക്കുക, സമാധാനമായിരിക്കുക.